അപകീർത്തി പരാമർശത്തിൽ CPIM വിട്ട മനു തോമസിനും ഏഷ്യാനെറ്റ് ന്യൂസിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ്. പിതാവിനോടുള്ള വൈരാഗ്യം തീർക്കാൻ തന്നെ അപകീർത്തിപ്പെടുത്തി നിയമ നടപടി സ്വീകരിക്കാൻ അഭിഭാഷകനുമായി ചർച്ച നടത്തിയതായും ജെയിൻ രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ദീപക് ധർമ്മടം അതിന്റെ വിശദാംശങ്ങളുമായി കോഴിക്കോടും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ദീപക്, വീണ്ടും കണ്ണൂരിലെ CPM രാഷ്ട്രീയം ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പ്രതികരണങ്ങൾ വരുന്നു. എന്ത് പരാമർശമാണ് ഈ രീതിയിൽ ജെയിൻ രാജിന്റെ പോസ്റ്റിന് ഇടയാക്കിയത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജൻ വേഴ്സസ് മനു തോമസ് എന്ന നിലയിലേക്ക് ഈ പാർട്ടിയിൽ നിന്നും പുറത്തായ മനു തോമസിന്റെ പ്രതികരണങ്ങൾ വരുന്നു. ഇന്ന് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ ആ അഭിമുഖമാണ് യഥാർത്ഥത്തിൽ ഈ നടപടിയിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് എത്തിയത്. അത് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഫേസ്ബുക്കിൽ തന്നെ കൃത്യമായി തനിക്കെതിരെ ശ്രീ മനു തോമസ് നടത്തിയ പരാമർശം, ഏഷ്യാനെറ്റിൽ നടത്തിയ പരാമർശം, ആ പരാമർശത്തിൽ മനു തോമസിനെതിരെയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ലേഖകൻ അനൂപ് രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം, തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ അച്ഛനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ, അതായത് പി ജയരാജനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ജെയിൻ രാജിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതേ കാര്യം തന്നെ 24-ൽ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ മനു തോമസ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം പി ജയരാജനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടക്കുന്നു. ആ വിഷയത്തിലേക്ക്, പുതിയ നിയമ നടപടിയിലേക്ക് ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഇപ്പോൾ കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് നിയമ വിദഗ്ധരുമായുള്ള കൂടിയാലോചന നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജെയിൻ രാജിന്റെ, പി ജയരാജന്റെ മകന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പ്രജിൻ. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.